പറ പറ എന്നാ ഓക്കെ അബ്ബ പറയുന്നു. ഹലോ ഹായ് ഞാൻ ഷമീം എന്ന് പറഞ്ഞോ. ഓക്കെ നമുക്ക് പിന്നെ ശരിക്കും ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുന്നുണ്ടെങ്കിലും എന്താ പറയുക അവർ ചിലവർ അത് ചെയ്തിട്ടുണ്ടാവില്ല. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ആണ്, വളരെ ഈസിയാണ്, നമ്മുടെ കേരള ഡിഷിനോട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നത് അനൗഷായിരിക്കും. അപ്പോൾ ഓക്കെ പോവാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ഉള്ളി നല്ല ഫൈൻ ചോപ്പാണ്. അത് ഒരു ഉള്ളി ഫുള്ളായിട്ട് വേണ്ട, നമുക്കൊരു ഹാഫ് മതി. അതൊരു ഫൈൻ ചോപ്പാക്കിയിട്ട് എടുക്കണം. ഈ രീതിയിൽ ഫൈൻ ചോപ്പാക്കി എടുക്കാം. ഇതേപോലെ തന്നെ ക്യാപ്സിക്കത്തിൻ്റെയും പിന്നെ ഒരു സ്ലൈസ് മാത്രം മതി കേട്ടോ, അധികം വേണ്ട. നമ്മൾ ഒരു പാനിലുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക. ക്യാപ്സിക്കം നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്യാം. ഞാൻ റെഡ് തന്നെ എടുക്കുന്നതാണ്. ഗ്രീനോ യെല്ലോ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ തക്കാളി എടുക്കുക. തക്കാളി എടുത്തിട്ട് ഇതാ 3 തക്കാളി ഉണ്ട്. നമ്മൾ ഈ ഭാഗം ചെത്തിക്കളിയാണ്. ഇത് പരമാവധി പീൽ ചെയ്യാൻ നോക്കുക. ഇതാ ഇതിന് തൊലി വേണ്ട. അപ്പോൾ നമ്മൾ 3 തക്കാളിയും പിന്നെ തൊലി കളഞ്ഞിട്ടുണ്ട്. അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസസ് ആക്കാം. ചെറിയ പീസല്ല, ഇങ്ങനത്തെ പീസും ഇങ്ങനത്തെ പീസും. അല്ല ഇതാ ഇങ്ങനത്തെ പീസ് പോലെ ഇതാ കുറച്ച് വലുതാക്കി വെച്ച് അല്ലേ. അപ്പോൾ തക്കാളി കട്ട് ചെയ്ത് ഞാൻ ബൗളിലാക്കിയിട്ടുണ്ട്. ഞാൻ 2.5 തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ പാത്രം കുറച്ചൊന്ന് ചെറുതായി ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ ഇതിലേക്ക് നമുക്ക് ഓരോന്ന് ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു പാൻ നോൺ സ്റ്റിക്ക് പാൻ ആയിരിക്കണം നിർബന്ധമായിട്ടും. എന്നുവെച്ചാൽ നോൺ സ്റ്റിക്ക് പാനിലാണ് ഇങ്ങനത്തെ ഒരു കുഴിയുള്ള ചെറിയൊരു പാൻ എടുക്കുക. അതിലേക്ക് നമുക്ക് ബട്ടർ ഒന്ന് കൊടുക്കാം. ബട്ടർ ആണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഒലീവ് ഓയിൽ കുറച്ചും കൂടി. അതിലേക്ക് ബട്ടർ ചൂടായാൽ അതിലേക്ക് ചോപ്പ് ചെയ്ത് ഗാർലിക്ക് അതൊരു പിടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എൻ്റെ അടുത്തുള്ള ഹെർബ്സ് റോസ്മേരിയാണ്. ഞാൻ റോസ്മേരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിന്. നിങ്ങളുടെ അടുത്ത് റോസ്മേരി ഇല്ലെങ്കിൽ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. റോസ്മേരി ഒരു ഫ്ലേവറിന് നല്ല സാധനമാണ്. അങ്ങനെ അത് ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ഹാഫ് ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങളടുത്ത് വൈറ്റ് ഓനിയൻ ഉണ്ടെങ്കിൽ വൈറ്റ് ഓനിയൻ ആണ് കുറച്ചുകൂടെ നന്നാവുക. പെട്ടെന്നാവുന്ന റെസിപ്പിയാണ്, ഈസിയാണ്, ഒരുവിധം എല്ലാത്തിനോടും കൂടി മാച്ചാണ്. അപ്പത്തിന്, അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തി, ബ്രെഡ്, പിന്നെ ക്യാപ്സിക്കം, നമ്മൾ ചോപ്പ് ചെയ്ത ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. പച്ചമുളക് കുറച്ചേ വേണ്ടുള്ളൂ. ഒരു പച്ചമുളകിന്റെ കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ. എരിവ് വേണ്ട. അതിലേക്ക് തക്കാളി കണ്ടില്ലേ, തക്കാളി നമ്മളിപ്പോൾ 2.5 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഫുള്ള് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തക്കാളി നിങ്ങളുടെ അടുത്ത് ഇല്ല, ടൊമാറ്റോ പ്യൂരി ഉണ്ടെങ്കിൽ ടൊമാറ്റോ പ്യൂരി വെച്ചാൽ ടൊമാറ്റോ ഇപ്പോൾ നമ്മൾ 2.5 തക്കാളിയാണ് എടുത്തിന്. ഒരു തക്കാളിയും ഒരു തക്കാളിൻ്റെ 1.5 തക്കാളിൻ്റെ സൈസ് ലേശം ടൊമാറ്റോ പ്യൂരി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ നന്നാവും. കെച്ചപ്പ് ചേർക്കരുത്. ടൊമാറ്റോ പ്യൂരിയാണ് ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒന്ന് തക്കാളി ഉടയാനായിട്ട് ഞാൻ കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം നമ്മൾ പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ പാപ്രിക്ക പൗഡർ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കെയിൻ പൗഡർ എന്ന് പറഞ്ഞിട്ട് ഒരു പൗഡർ ഉണ്ട്, അത് ഇടുക. അതും ഇല്ലാത്ത ആൾ കാശ്മീരി ചില്ലി പൗഡർ. ഈ 3 പൗഡറിൽ ഏതെങ്കിലും ഒന്ന് ഇട്ടെടുത്താൽ മതി കേട്ടോ. പാപ്രിക്ക പൗഡറിൽ ചെറിയ ഒരു സ്പൈസി ആൻഡ് സ്വീറ്റി ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇത്തിരി ബ്ലാക്ക് പെപ്പർ ഒരു പൊടിക്ക് കേട്ടോ. എന്താ അത് മതി. നന്നായി മിക്സ് ചെയ്യുക. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് ഇതായിപ്പോൾ കണ്ടില്ലേ, ഈ പരുവത്തിലായതിനു ശേഷം, നല്ല പേസ്റ്റ് ആയതിനു ശേഷം ഇതിങ്ങനെ പരത്തി വെക്കുക ഫുള്ളായിട്ട്. വെള്ളം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഉപ്പ് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഇതിൻ്റെ ഉപ്പ് വല്ലോ പാകത്തിന് ഓക്കെ ആയിട്ടുണ്ടോ എന്നുള്ള ക്രോസ് ചെക്ക് ചെയ്യുക.
ഞാനിപ്പോൾ ഇവിടെ 4 മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട നേരെ ഇവിടെ അങ്ങനെ ഇട്ട് കൊടുക്കുക. വൈറ്റ് കുക്കായി വരുന്നത്. ഫ്ലെയിം എന്തായാലും കുറക്കണം കേട്ടോ, അടിക്ക് പിടിച്ച് പോരുതേ. അപ്പോൾ എന്താ പറയുക, നമ്മൾ മുട്ടൻ്റെ ഇതായിട്ട് കുറച്ചൊന്ന് ഞാൻ ഉപ്പ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു പേരിന് കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂൺ എടുക്കുക, ഇതേപോലെ ഇങ്ങനെ സ്പൂൺ എടുക്കുക, ഒന്ന് മിക്സ് ചെയ്യുക. ശരിക്കും ഈ ഒരു പാത്രത്തിൽ ഒരു 3 മതിയാവും, 3 മുട്ട മതിയാവും. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒന്ന് കാര്യമായിട്ട് കയറാനുണ്ട്, അത് നമുക്ക് എടുക്കാം. അപ്പോൾ ഫ്ലെയിം പക്ക ലോ ആയിരിക്കണം, അത് നിർബന്ധമാണ്. ഇനി ഇതിലേക്ക് ഇതാ ഞാൻ ക്രീം, കുക്കിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം, അതിങ്ങനെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒന്ന് കളറിങ്ങിനായിട്ട് ഇങ്ങനെ റോസ്മേരി ഒന്ന് 2 സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സെർവ് ചെയ്യൂല ശരിക്കും. എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാത്രത്തോടെ തന്നെ പിന്നെ എടുത്ത് കഴിക്കലാണ്. ഇത് സെർവ് ചെയ്യാൻ നിൽക്കില്ല, ഇത് തന്നെ മുക്കിയിട്ട് എടുത്ത് കഴിക്കലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മൂടി വെക്കുകയാണേ, ഒന്ന് കുക്കായിക്കോട്ടെ, ആ മുട്ട ഒന്ന് കുറച്ചൊന്ന് കുക്കായിക്കോട്ടെ. അപ്പോൾ അതുവരെ കാണാം. അപ്പോൾ നമ്മളെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചപ്പാത്തി കൂട്ടിയിട്ട് വയ്ക്കാം അല്ലേ? അപ്പോൾ ഓക്കെ, ചപ്പാത്തി കൂട്ടിയിട്ട് ഇത് കഴിച്ചിട്ട് അനൂഷ് റിവ്യൂ പറയും. അബ്ബ കഴിക്കുന്നതല്ല, അതുകൊണ്ടാണ്. ഫിനിഷ് നോക്കിയാ, കളർ നോക്കിയാ, മുട്ടന്റെ കളർ നോക്ക്, പിന്നെ ഓഫാക്കിയിട്ടുണ്ട്. യെസ്. അപ്പോൾ ഓക്കെ, നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യേണ്ടത് കേട്ടോ, അതിലൊരു മാറ്റമില്ല. നല്ല ചൂടുണ്ട് ചപ്പാത്തി. ഇതിങ്ങനെ അതിനകത്ത് തന്നെ മുക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ടാണ് കഴിക്കണ്ടേ. നമുക്ക് ഫുള്ള് യെസ് അതന്നെ. എങ്ങനെയുണ്ട്, ഇഷ്ടമായാ? കയ്യിലൊന്നും ആക്കുന്നുണ്ടല്ല. മുട്ടയാണ്, വൈറ്റ് ക്രീം ഇട്ടിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ്. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്തോ. നമുക്ക് നല്ല ഹെൽത്തി അല്ല, ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തോ. എരിവ് ഒന്നുമില്ല, പച്ചമുളക് ഒരു ഫ്ലേവറിന് ഒരു പൊടിക്ക് ഇട്ടിട്ടില്ല, അതൊന്നും ഇതിൽ അങ്ങനെ വലിങ്ങനെ അറിയില്ല. അവരിലും ഒരു കോമ്പിനേഷനിൽ വരുമ്പോൾ സെറ്റാവും. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോകാം അല്ലേ? ഇപ്പം തന്നെ ഷൂട്ട് ചെയ്താലോ അടുത്ത റെസിപ്പി? ഇപ്പം തന്നെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആള് നിർത്തിയിട്ടില്ല, അതാ. യെസ്, അടിപൊളി. അപ്പോൾ ടാറ്റാ ബൈ.